പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യനാഥനെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ ധ്യാനം ആരംഭിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിന്റെ ആത്മമിത്രങ്ങളും കൂട്ടുവേലക്കാരുമാകാൻ മിസ്റ്റിക്കൽ മാർഗത്തിലൂടെയുള്ള നമ്മുടെ നോമ്പുകാല ധ്യാനത്തിന്റെ 9ാം ദിവസമായ ഇന്ന് നമ്മുടെ മനനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള സുവിശേഷ ഭാഗം യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 10ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. യേശു ദേവാലയത്തിൽ സോളമന്റെ മണ്ഡപത്തിൽ നടക്കുമ്പോൾ യഹൂദർ അവന്റെ ചുറ്റും കൂടി ചോദിച്ചു, നീ ഞങ്ങളെ എത്ര നാൾ ഇങ്ങനെ സന്ദിഗ്ധ അവസ്ഥയിൽ നിർത്തും? നീ ക്രിസ്തുവാണെങ്കിൽ വ്യക്തമായി ഞങ്ങളോട് പറയുക. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്റെ പിതാവിന്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു, എന്നിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്റെ ആടുകളിൽ പെടുന്നവരല്ല. അതായത് യേശു പറയുന്നു, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിച്ചില്ല, എന്റെ പ്രവൃത്തികൾ കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ എനിക്കുള്ളവരല്ല. യേശുവിനുള്ളവരായിരുന്നെങ്കിൽ യേശുവിനെ ശ്രവിക്കുകയും അറിയുകയും അനുഗമിക്കുകയും ചെയ്യുമായിരുന്നു. 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ സ്വന്തമായവരുടെ 3 ലക്ഷണങ്ങൾ യേശു എടുത്തു പറയുന്നു. ഒന്നാമതായി 10:27 യേശു പറയുന്നു, എന്റെ സ്വന്തമായവ എന്റെ സ്വരം ശ്രവിക്കുകയും എന്നെ അനുഗമിക്കുകയും ഞാൻ അവയെ അറിയുകയും ചെയ്യും. 10:4 നല്ലിടയനായ യേശു പറയുന്നു, ആടുകൾ എൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് എന്നെ അനുഗമിക്കുന്നു. 10:15 യേശു പറയുന്നു, ഞാൻ പിതാവിനെയും പിതാവ് എന്നെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയും. ഈ പരസ്പര അറിവും യേശുവിനെ അനുഗമിക്കലുമാണ് യേശുവിൻ്റെ സ്വന്തമാണെന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ലക്ഷണം 10, 28, 29 വാക്യങ്ങളിൽ യേശു പറയുന്നത് പോലെ യേശു അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അതായത് തന്നെ അറിയുകയും അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക് യേശു നിത്യജീവൻ നൽകും. യോഹന്നാൻ 10:10 യേശു പറയുന്നു, താൻ വന്നിരിക്കുന്നത് തന്നെ തൻ്റെ ആടുകൾക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണെന്ന്. 10, 28, 29 വാക്യങ്ങളിൽ യേശു തുടർന്ന് പറയുന്നു, അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എന്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ വലിയവനായ പിതാവിന്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. മൂന്നാമതായി 30ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാനും പിതാവും ഒന്നാണ്. അതായത് പിതാവിനും പുത്രനും ഒരു മനസ്സും ഒരു ലക്ഷ്യവുമാണുള്ളത്. ആ ലക്ഷ്യത്തിനു വേണ്ടി ഒരു മനസ്സോടെ അവർ ആത്മദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ആടുകൾക്ക് നിത്യജീവൻ നൽകാൻ കഴിയുന്നതും അവരെ പിടിച്ചെടുക്കാനോ നശിപ്പിക്കാനോ ആർക്കും ഒരു ശക്തികൾക്കും കഴിയാത്തതും. ഇതുപോലെ നാം യേശുവിനെ അറിയുകയും അനുഗമിക്കുകയും പരസ്പരം അറിയുകയും പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മയിൽ ഒരു മനസ്സോടും ഒരു ലക്ഷ്യത്തോടും കൂടെ ജീവിക്കുകയും ചെയ്താൽ നമുക്ക് ജീവന്റെ സമൃദ്ധിയിലേക്ക് വളരാൻ കഴിയും. നമ്മെ യേശുവിൽ നിന്ന് പിടിച്ചെടുക്കാനോ നശിപ്പിക്കാനോ ഒരു ശക്തികൾക്കും സാധിക്കുകയുമില്ല. ഇത് സാധ്യമാകണമെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കിയതുപോലെ അനുതപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് പ്രലോഭനങ്ങളെ ജയിച്ച് വിശ്വാസത്തിൽ ശക്തി ആർജിച്ച് ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും പുണ്യങ്ങളിലും നിരന്തര ധ്യാനത്തിലും വളരണം. അതോടൊപ്പം ഇന്നത്തെ ലേഖനത്തിൽ, അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായി കരുതി ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടെ ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയും വേണം. മാത്രമല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെട്ടവരായി അവന്റെ സഹനത്തിന്റെ മൂല്യത്തെയും
പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും മനസ്സിലാക്കി അവിടുത്തെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവിടുത്തെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതിനും അവിടുത്തെ ഉത്ഥാന മഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയോടെ ജീവിക്കാനും പരിശ്രമിക്കണം. അതിനാൽ പ്രിയമുള്ളവരെ, ഈ വചന ചിന്തകൾ മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥനാപൂർവം മനനം ചെയ്യുകയും ദിവ്യകാരുണ്യനാഥന്റെ തിരുമുൻപിലിരുന്ന് ഹൃദയപൂർവം പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്താലും കൃപയാലും നിറഞ്ഞ് നന്നായി ധ്യാനിക്കുകയും ചെയ്യാം. നമുക്ക് ദിവ്യകാരുണ്യനാഥ, ഇതുവരെ എനിക്ക് അങ്ങയെ വേണ്ട വിധത്തിൽ അറിയുകയും അനുഗമിക്കുകയും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നാഥ, അങ്ങ് പിതാവിനെയും പിതാവ് അങ്ങയെയും അറിയുന്നത് പോലെ അങ്ങ് എന്നെയും ഞാൻ അങ്ങയെയും അറിയണം. അങ്ങനെ അങ്ങ് നൽകുന്ന ജീവന്റെ സമൃദ്ധിയിലേക്ക് എനിക്ക് വളരുകയും പരിശുദ്ധ ത്രിത്വത്തിന്റെ സ്നേഹ കൂട്ടായ്മ വസിക്കുകയും ചെയ്യണം. ഞാൻ മാത്രമല്ല നാഥ, സഭാമക്കൾ എല്ലാവരും ഈ അനുഭവത്തിലേക്ക് വളരണം. അപ്പോൾ അങ്ങയുടെ കൂട്ടായ്മയിൽ നിന്ന് ഞങ്ങളെ അകറ്റാനോ ഞങ്ങളെ പീഡിപ്പിച്ച് പിന്തിരിക്കാനോ ആർക്കും ഒരു ശക്തികൾക്കും സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ഈ തിരുവചനം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളും പ്രചോദനങ്ങളും എത്ര അമൂല്യവും ആനുകാലിക പ്രസക്തവുമാണെന്ന് ചിന്തിക്കുക. മുകളിൽ പറഞ്ഞ ഓരോ വചന ചിന്തയും സന്ദേശങ്ങളും മനസ്സിൽ ഉറപ്പിച്ച് പ്രാർത്ഥനാപൂർവം കർത്താവിനോട് ആലോചിച്ച് മനനം ചെയ്യുകയും ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് തൃപ്പാദത്തിലിരുന്ന് കർത്താവിനെ ശ്രവിക്കുകയും എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവാത്മാവിന്റെ സഹായത്താൽ നിരന്തരം ധ്യാനിക്കുകയും നല്ല ഒരുക്കത്തോടെ പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ദൈവാത്മാവിന്റെ പ്രേരണകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിനും നമുക്ക് സാധിക്കും. പച്ചവെള്ളം വീഞ്ഞായി മാറുന്ന പോലൊരു പരിവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ക്രിസ്തുവിന്റെ പ്രകാശത്താൽ നാം പ്രക്ഷോഭിതരാകും. അത്യുന്നതന്റെ ശക്തിയാൽ നിറഞ്ഞ് പുതുചൈതന്യത്തോടെ ജീവിക്കാൻ നമുക്ക് സാധിക്കും. മിസ്റ്റിക്കൽ ധ്യാന മാർഗം വചനത്തിന്റെ അതുല്യ ശക്തിയാലും പരിശുദ്ധ കുർബാനയിലൂടെയുമാണ് നമ്മിൽ യാഥാർത്ഥ്യമാകുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ പച്ചവെള്ളം വീഞ്ഞായി മാറുന്നത് പോലൊരു പരിവർത്തനം ധ്യാനപൂർവം ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. വചന വിസ്മയം അവരുടെ ജീവിതത്തിലൂടെ ദർശിക്കാനിടയാകും. ഇപ്രകാരം മിസ്റ്റിക്കൽ മാർഗത്തിലൂടെയുള്ള ധ്യാനാത്മക ജീവിതം ഇന്നിൻ്റെ വലിയൊരാവശ്യമാണ്. കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തരണം ചെയ്തു മുന്നേറുന്നതിന് അത് അനിവാര്യമാണ്. ഇതിനായി സർവശക്തൻ നാം ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, സ്തുതി ആരാധന. പരിശുദ്ധ